ഛേ. ആ. നിങ്ങളുടെ മോന്റെ സൗന്ദര്യത്തിന് ഇനി വേണമെങ്കിൽ ഒരു 4 കല്യാണവും കൂടെ കഴിക്കാം. ഒന്നില് പോലും നിക്കുന്നില്ല, പിന്നലെ 4. ഹായ് അങ്കിൾ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എപ്പോഴാ പൊട്ടിക്കണേ? നീ പറഞ്ഞാ പോലെ എപ്പോ വേണി പൊട്ടിക്കാലോ. കിട്ടിയ അവസരം കളയരുത്. ഇവിടെ ആള് റെഡിയാവുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെ കെട്ടിയെടുക്കാനായി കൊണ്ടുപോന്നെ. തോന്നുമ്പോഴൊക്കെ കെട്ടാനും ഉപേക്ഷിക്കാനുള്ള നിന്റെ ശീലമില്ലേ, അതൊന്നും എനിക്കില്ല. എല്ലാവരും നിന്നെ പോലെയാണെന്നുള്ള ധാരണയും വേണ്ട. ഹായ് ദീപ, വാ പോവാം. അരവിന്ദ്, ആ, എവിടെയാടാ പോന്നെ? ഇവിടെ ഒരു പുതിയ പടം റിലീസ് ആയിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. എന്താടാ ഹസ്ബൻഡ്, ഇത് ന്യായാണോ? വീട്ടിലെ സ്വന്തം ഭാര്യ ഇരുത്തിയിട്ട് ഏതോ ഒരു തെരുവ് പെണ്ണിന്റെ കൂടെ കണ്ടെടുത്തൊക്കെ നടക്കുന്നത്. ഹേയ്, ഷട്ട് അപ്പ്. അവളെന്റെ ഫ്രണ്ടാ. ഞാൻ നിന്റെ ഭാര്യയാടാ. ഇന്ന് നമ്മൾ രണ്ടുപേരും പടത്തിന് പോകുന്നതിന് പകരം നീ ഇവളുടെ കൂടെ പോയാൽ എങ്ങനെയാ? അരവിന്ദ്, ഇപ്പൊ തന്നെ ലേറ്റായി, പോവാം. ഹേയ്, ഞാനും എന്റെ ഭർത്താവും തമ്മിലാ സംസാരിക്കുന്നത്. നീ എന്താടി അതിനിടയ്ക്ക്? നിനക്ക് വേണമെങ്കിൽ റോഡിൽ പോയി നിൽക്ക്, ആരെങ്കിലും ഒക്കെ വരുന്നതും കാത്ത്. ഏയ്, എന്താ നീ ഭർത്താവ് എപ്പോഴും പറയുന്നേ? കളഞ്ഞിട്ട് ഓടി പോയതല്ലേ? അപ്പൊ നിന്റെ ഭർത്താവിന് വേണ്ടായിരുന്നോ? ഇപ്പൊ എന്തൊരു ഭർത്താവ് സ്നേഹം. ദേ നോക്ക്, ഇപ്പൊ നീ വീട് വിട്ട് വെളിയിൽ പോയില്ലെങ്കിൽ പോലീസിന് ഫോൺ ചെയ്ത് എന്റെ ഭർത്താവിനെ മയക്കിക്കൊണ്ടു പോയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് നീ എന്ന് കംപ്ലീറ്റ് ഫയൽ ചെയ്യും ഞാൻ. Don't let me do that. ദിവ്യ, what's wrong with you? ദീപ. ശ്ശേ. അങ്കിൾ, വേറൊരു ചാനൽ ഇടുങ്കിൾ. ദീപ, 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 പ്ലീസ് ദീപ, പ്ലീസ് ദീപ, ഞാൻ പറയുന്നേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. അവള് മനഃപൂർവ്വം പറയുന്ന. നമുക്ക് രണ്ടുപേരും കൂടി തന്നെ പോവാം. ദീപ, നീ ഞാനും കൂടിയാ പോകേണ്ടത്. സീരിയസ്. അരവിന്ദ്, എനിക്ക് കുറച്ചു നേരം തനിയായിരിക്കണം. പ്ലീസ് ലീവ് മീ. എന്നെ വിട്ടേക്ക്. ജസ്റ്റ് ലീവ് മീ അലോൺ. ദീപ, ദീപ. നീ എന്തൊക്കെയാണ് പറഞ്ഞേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നോ? നീയല്ലേ എന്നോട് നല്ല ഭാര്യയായിട്ട് ഇരിക്കാൻ പറഞ്ഞത്? അതാ, നല്ല ഭാര്യയായിട്ട് നിന്നെ കണ്ടവരുടെ കൂടെ ഒന്നും വിടാതെ എന്റെ കൂടെ സിനിമയ്ക്ക് വരാൻ പറഞ്ഞതാ. ഇല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് തന്നേക്ക്. നിന്നെ ശല്യപ്പെടുത്താതെ ഞാൻ അപ്പോഴേ ഇവിടുന്ന് പോയിരിക്കും. നിനക്ക് സിനിമ കാണണമല്ലേ? കാണിച്ചു തരാം. വേണ്ട, ഇനി എന്നേക്ക്. എന്നെ എന്തിനാടാ ഈ തോട്ടത്തിലൂടെ സൈക്കിളിൽ കൊണ്ടുപോകുന്നത്? ഭർത്താവ് ഏത് വണ്ടിയിൽ കൊണ്ടുപോയാലും സന്തോഷമായിട്ട് വരേണ്ടത് നല്ലൊരു ഭാര്യയുടെ കടമയാണ്. മിണ്ടാതിരുന്നോ? ഒന്ന് ഇറങ്ങി. എന്തിന്? നല്ല കയറ്റമല്ലേ, ചവിട്ടാൻ പാടാ. എന്താടാ തൈക്കളവന്മാരെ പോലെ സംസാരിക്കുന്നത്? ആരെ കയറ്റമൊക്കെ നന്നായി ചവിട്ടി കയറ്റുന്നുണ്ടോ അവരെല്ലാം ആ വിഷയത്തിൽ സൂപ്പറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതവനാടാ ഇതൊക്കെ പറഞ്ഞു വെച്ചത്? ഗോവിന്ദ, ഗോവിന്ദ, വണ്ടി പാഞ്ഞെങ്ങനെ കേറട്ടെ, കേറട്ടെ. ഗോവിന്ദ, ഗോവിന്ദ, ഒന്ന് തള്ളിത്തായോ. ഗോവിന്ദ, ഗോവിന്ദ. എങ്ങനെയൊക്കെയോ. എന്തൊരു പടം, ലോക്കൽ പടമാണെന്നാ തോന്നുന്നേ. മിണ്ടാണ്ടിരിക്കും. വാ. എന്താടാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്റെ കൂടെയുള്ള ലൈഫ് കഷ്ടപ്പാടാണല്ലേ? അതിരിക്കട്ടെ, നിന്റെ ലൈഫ് ആരെങ്കിലുമായി എക്സ്ചേഞ്ച് ചെയ്യാൻ നിനക്കൊരു ഓപ്ഷൻ കിട്ടിയാ ആരുടെ കൂടെ ജീവിക്കും? ഞാൻ പറയാം. ശരി, നീ പറ. എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയെന്ന് നോക്കട്ടെ. കണ്ടോ ആ പെണ്ണിന്റെ മുതുകിലൊരുത്തൻ ദോഷം ചൂടുന്നത്? അങ്ങനെ ഒരു ലൈഫല്ലേ നീ ഇഷ്ടപ്പെടുന്നത്? ദേ, ആ കാണുന്ന ചെറുക്കനില്ലേ, അങ്ങനെ ഇരിക്കണം ദിവ്യ. അവൻ ലോകത്തെ കാണുന്നത്, അനുഭവിക്കുന്നത് എല്ലാം സ്നേഹമാ. ആ ലൈഫിന് വേണ്ടി എന്ത് വേണേലും ഞാൻ തരാം. ശരി, ഇനി എന്റെ ലൈഫിനെ കുറിച്ച് പറയാം. ഞാൻ എങ്ങനെയാണെന്നാ നീ കരുതിയിരിക്കുന്നതെന്ന് എനിക്കറിയണം. ആ വരുന്ന ആക്ട്രസിനെ പോലെയാ. ചുറ്റുമുള്ളവരെല്ലാവരും ദേവിയെ പോലെ കാണുന്നുണ്ടില്ലേ? ചാൻസേ ഇല്ല. അങ്ങനെ ഒരു ലൈഫ് എനിക്ക് ജന്മം വേണ്ട. പാവാടാ അവര്. സ്ക്രീനിൽ മാത്രമല്ല, എല്ലാവരോടും എപ്പോഴും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കണം. എനിക്ക് ആ പെണ്ണിന്റെ ലൈഫ് വേണം.
അതുപോലെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്നെ കെയർ ചെയ്തോണ്ടേ ഇരുന്ന ഞാൻ വളരെ സന്തോഷവതിയായിരിക്കും. അതിനെന്താ ഇപ്പൊ? നീ നിന്റെ ദേഷ്യം ഒന്ന് മാറ്റി വെച്ചാ ഞാൻ നിന്നെ ആ പെണ്ണിനെ പോലെ ആക്കി തരില്ലേ? കൈയ്യട്. ശരി, ഓക്കെ, നീ ഇവിടെ നിന്നോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് നിർത്തിയത്? ഞാനൊരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ അല്ലേ? കൈയ്യട് അരവിന്ദ്. എന്താ നീ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ പെരുമാറുന്നേ? ഞാൻ കൈവച്ചെന്താ കുഴപ്പം? ആ കൊച്ചു പറഞ്ഞ കേട്ടില്ല, കൈയെടുക്കാൻ. കൈയെടുക്കടാ. നിന്റെ ബ്രദർ വല്ലാത്ത ടെൻഷനിലാണല്ലോ. എന്റെ ഭാര്യയുടെ പുറത്തല്ലേ ഞാൻ കൈവെക്കുന്നേ? ഇറിറ്റേറ്റ് ചെയ്യാതെ അരവിന്ദ് കൈയ്യട്. ആ പെണ്ണ് പറഞ്ഞിട്ട് നീ കളിച്ചു കയറാനുള്ള. മുള്ളമ്പന്നി, എന്തിനോട് അവനെ അടിച്ചത്? ഓടിക്കോ. എടി വാ വാ വാ. അരവിന്ദ്, ഓടിക്കോ. ഇതിവിടെ തീരുവാ. ഓടിക്കോ. എടി ദിവ്യ, നീ ഇവിടെ എടുക്കുവാ. എലിക്കുഞ്ഞിനെ പിടിച്ചോ. എന്താടി? എന്ത് പറ്റി? നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ നോക്കിക്കൊള്ളാം. അതെ, എന്താ? എടി, നീ പണിയുണ്ടാക്കോ? നീ അങ്ങോട്ട് പോരുത്. എന്താണെന്ന് എന്ത് ചെയ്യാൻ പോവാ? ചെരുപ്പെടുക്കാൻ ഇത്ര ബിൽഡപ്പ്. നല്ല വിലപിടിപ്പുള്ള ചെരുപ്പാ. മോന്തകാരന്റെ 5000 ജാക്കറ്റാ പോയത്. ഓടി. എന്തായാലും ഭയങ്കരമായി പോയി. ശ്വാസം മുട്ടിപ്പോയി.